നമുക്കെല്ലാവർക്കും ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ കുറച്ച് പേർക്കെങ്കിലും ആ ഒരു ഡൗൺ സ്റ്റേറ്റ് ഭയങ്കര എൻഡ്ലെസ് ആയിട്ട് ഫീൽ ചെയ്യും. അവർ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നതും ഒത്തിരി കഷ്ടപ്പെടുന്നതും നമ്മൾ ശ്രദ്ധിച്ചിട്ടും ഉണ്ടാകും. നിങ്ങളുടെ ലൈഫിലെ ചില കൊലീഗ്സോ ഫ്രണ്ട്സോ എന്തിനാ നിങ്ങളുടെ പാർട്ട്ണറോ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യണത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമായിരിക്കാം. അവരെ ഹെൽപ്പ് ചെയ്യണമെന്നും ഉണ്ടാകും, പക്ഷെ എങ്ങനെയെന്ന് അറിയില്ല. മൈസെൽഫ് മനീഷ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഒപ്പം എങ്ങനെ അവരെ സഹായിക്കാം അല്ലെങ്കിൽ എങ്ങനെ അവരുടെ അടുത്ത് സംസാരിക്കണം എന്ന് പറയുന്നതിന് മുന്നേ ജസ്റ്റ് വാണ്ടഡ് ടു ടെൽ യു സംതിങ്. സ്ത്രീ പുരുഷന്മാർക്കിടയിൽ തന്നെ ആത്മഹത്യയുടെ കാര്യങ്ങളിൽ കുറച്ച് ഡിഫറൻസസ് കാണുന്നുണ്ട്. അതായത് 2023 കേരളത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം 10,972 പേരാണ് ടോട്ടൽ സ്യൂയിസൈഡൽ റേറ്റ്സ് വരുന്നത്. പക്ഷേ അതിൽ തന്നെ 8,811 പേരും പുരുഷന്മാരാണ്. 80% സ്ത്രീകളെക്കാൾ പുരുഷന്മാർ ആത്മഹത്യ ചെയ്ത് മരണപ്പെട്ടിട്ടുള്ളത്. എന്തായിരിക്കാം ഇതിൻ്റെ കാരണം? വൈ ഇസ് ദിസ് ഹാപ്പനിങ്? ഇതിന് പിന്നിലും ഒരുപാട് റീസൺസ് ഉണ്ട്. ഇവിടെ പുരുഷന്മാർക്ക് ഡിപ്രഷനോ ആൻസൈറ്റിയോ സ്യൂസൈഡൽ ടെൻഡൻസി ആത്മഹത്യാ പ്രവണതയോ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഹെൽപ്പ് ചോദിക്കാൻ ഭയങ്കരമായിട്ടുള്ളൊരു മടിയുണ്ട്. കാരണം എപ്പോഴും ഇമോഷൻസ് ഉള്ളിലൊതുക്കി പുറത്തോട്ടേക്ക് സംസാരിക്കാതെ വെച്ച് അത് വേഴ്സൺ ചെയ്യുവാണ്. പക്ഷേ സ്ത്രീകളിൽ അങ്ങനെ ഒരു പ്രശ്നം കാണുന്നില്ല. അവർക്ക് അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും റിലേറ്റീവ്സിൻ്റെ അടുത്തും കാര്യങ്ങൾ തുറന്നു പറയാനും തെറപ്പി എടുക്കാനും ഒക്കെ അവർ മുന്നോട്ടേക്ക് വരാറുണ്ട്. ഇതിൻ്റെ റീസൺ ആക്ച്വലി സൊസൈറ്റി പുരുഷന്മാരെ വളർത്തിയെടുക്കുന്ന രീതിയാണ്. നീ സ്ട്രോങ് ആയിട്ടിരിക്കണം, കരയാൻ പാടില്ല, ആൺകുട്ടികൾ കരയത്തില്ല എന്ന് കേട്ട് ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്തോട്ടേക്ക് വരാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിനെപ്പറ്റി ആലോചിക്കാനും അല്ലെങ്കിൽ ഞാൻ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യേണ്ട ഒരാളാണ്, പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാനൊരു ഫെയിലിയർ ആണ് എന്നുള്ള തോന്നലൊക്കെ കാരണമാണ് ഇവർക്ക് ഈ ആത്മഹത്യാ ടെൻഡൻസി ഭയങ്കര കൂടുതലായിട്ട് വരുന്നത്. ആൻഡ് അവരിതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്ന മെത്തേഡ്സും ഭയങ്കര മാരകമായിട്ടുള്ളതാണ്. സേ ഫോർ എൻ എക്സാമ്പിൾ ഹാങ്ങിങ്, അതായത് തൂങ്ങി മരിക്കുകയോ അല്ലെങ്കിൽ പോയിസണിങ്, വിഷം കുടിച്ച് മരിക്കാൻ ശ്രമിക്കുകയൊക്കെയാണ് ചെയ്യണത്. എന്നാൽ സ്ത്രീകളിൽ മെഡിസിൻസിൻ്റെ ഓവർ ഡോസേജ് അതും അല്ലെങ്കിൽ സെൽഫ് ഹാം ടെൻഡൻസി, കൈ മുറിക്കുക എന്ന കൈൻഡ് ഓഫ് കാര്യങ്ങളൊക്കെയാണ് കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ സർവൈവൽ റേറ്റ്സ് നോക്കുന്ന സമയത്ത് സ്ത്രീകളെക്കാൾ വളരെ കുറവായിരിക്കും പുരുഷന്മാർക്കിടയിൽ. പിന്നെ ഒരു കാര്യം, ഒരൊറ്റ ഇൻസിഡൻറ്റ് കൊണ്ട് മാത്രമല്ല നമ്മൾ ഒരാൾ സൂയിസൈഡ് എന്നുള്ളൊരു തോട്ട് വരുന്നത്. അതിൻ്റെ പിന്നിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് സെറട്ടോണിൻ ഇംബാലൻസ്. അതായത് സയൻറ്റിഫിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഹാപ്പി കെമിക്കലായിട്ടുള്ള സെറട്ടോണിന് ഇംബാലൻസ് വരുന്ന സമയത്തും നമുക്ക് സൂയിസൈഡൽ തോട്ട്സ് വരാറുണ്ട്. മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് ആയിട്ടുള്ള OCD, ഡിപ്രഷൻ, ആൻസൈറ്റി, PTSD, സ്കീസോഫ്രീനിയ എന്ന കൈൻഡ് ഓഫ് ഡിസോർഡേഴ്സ് ഉള്ളവർക്ക് സ്യൂസൈഡൽ ടെൻഡൻസീസ് ഭയങ്കര കൂടുതലായിരിക്കും. രണ്ടാമത്തത് ഹോപ്പ്ലെസ്നെസ് ആണ്. ഒന്നിനും ഒരു ഹോപ്പ് ഇല്ലാത്ത പോലെ, ഇനി ഞാൻ എന്തിനു ജീവിക്കണം, ഇനി ജീവിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? മേ ബി അതിൻ്റെ റീസൺസും ഭയങ്കരമായിട്ടുള്ള പെയിനോ ക്രോണിക് ആയിട്ടുള്ള ഇൽനെസ്സോ ജോലി ഇല്ലാത്തതോ കുഞ്ഞുങ്ങളുണ്ടാവാത്തതോ അല്ലെങ്കിൽ പ്രായമായതോ എന്തും ആകാം. പക്ഷെ അവിടെയും നമുക്ക് ഒരു ഹോപ്പും ഇല്ലാതെ ജീവിതത്തിൽ ഇങ്ങനെ ചുമ്മാ മതിയായി ഇനി വേണ്ട എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന സമയത്തും ഈ സൂയിസൈഡിലോട്ടേക്ക് നയിക്കാറുണ്ട്. 3, പെർസീവ്ഡ് ബേർഡൻസംനെസ്. അതായത് എല്ലാവർക്കും ഞാനൊരു ഭാരമാണ് എന്നുള്ള തോന്നൽ. അത് മേ ബി ഫിനാൻഷ്യലി ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത്, ഒരുപാട് കടബാധ്യതകളുള്ള സമയത്ത്, അതും അല്ലെങ്കിൽ അസുഖം വന്ന് കിടപ്പിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഡിവോഴ്സ്ഡ് ആയിട്ട് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എന്നീ സാഹചര്യങ്ങളിലും ഞാനൊരു ബേർഡനാണ്, ഞാനൊരു ശല്യമാണ്, ഭാരമാണ് ബാക്കിയുള്ളവർക്ക് എന്നുള്ള തോന്നലുകളും ഈ ഒരു ആത്മഹത്യയിലോട്ട് നയിക്കാറുണ്ട്. 4, ആൽക്കഹോൾ, മദ്യപാനം. കേരളത്തിലെ പുരുഷന്മാർക്കിടയിലുള്ള മദ്യപാനത്തിൻ്റെ അളവ് ഭയങ്കര കൂടിക്കൂടി വരികയാണ് അല്ലേ, ഓരോരോ ദിവസം കൂടുമ്പോഴും. അതായത് ഈ മദ്യപാനം ആക്ച്വലി അവരുടെ ഈ ഒരു സ്യൂസൈഡൽ തോട്ട്സിനെ, ഇമ്പൾസിവിറ്റി കൂട്ടാനൊക്കെ നയിക്കുന്നുണ്ട്. അതും സ്യൂസൈഡിലോട്ടേക്ക് നയിക്കും. ഒരുപാട് സ്യൂസൈഡൽ കേസസ് ആൽക്കഹോൾ കൊണ്ട് മാത്രം സംഭവിക്കുന്നതായിട്ട് റിപ്പോർട്ട് പറയുന്നുണ്ട്. 5, റിലേഷൻഷിപ്പ് സ്ട്രഗിൾസ്, ഫാമിലി ഇഷ്യൂസ്, പ്രഷർ. അതായത് ആർക്കും എന്നെ മനസ്സിലാവണില്ല, ഞാൻ പറയണത് ആർക്കും മനസ്സിലാവത്തില്ല എന്ന് വിചാരിക്കുന്നതൊക്കെ ഈ പറഞ്ഞതുപോലെ ആത്മഹത്യയിലോട്ടേക്ക് നയിക്കാറുണ്ട്. ഇനി ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ
നമ്മുടെ ഫ്രണ്ടിനോ കൊലീഗിനോ നമ്മുടെ പാർട്ട്ണർക്കോ ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ എങ്ങനെ അവരുടെ അടുത്ത് സംസാരിക്കണം, എങ്ങനെയാണ് നമുക്ക് അവരെ സഹായിക്കാൻ പറ്റുന്നത്, കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. ഒന്ന്, ആക്റ്റീവ് ലിസണിങ്. ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നന്നായിട്ട് കേൾക്കാൻ ശ്രമിക്കുക. അവർ പറയുന്ന സമയത്ത് ചെവി കൊടുക്കാൻ ശ്രമിക്കുക. അതെന്തു ആയിക്കോട്ടെ, ഉള്ളിൽ ഇൻറ്ററപ്റ്റ് ചെയ്യാതിരിക്കുക. അവർ പറയുന്ന സമയത്ത് അവരെ തടഞ്ഞു നിർത്താനോ നീ ചെയ്യണത് തെറ്റാണെന്നോ നിനക്കിതൊക്കെ തോന്നുന്നതാണെന്നോ പറയാതെ കംപ്ലീറ്റ്ലി അവർ പറഞ്ഞു തീരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ലിസൺ വിത്തൗട്ട് ജഡ്ജ്മെൻറ്റ്. പറയണതൊക്കെ ജഡ്ജ്മെൻറ്റ് ഇല്ലാതെ കേൾക്കാൻ ശ്രമിക്കുക. എന്തോ ആയിക്കോട്ടെ, അവർ ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഇത്തരം തോട്ട്സും ഇത്തരം രീതിയിൽ സംസാരിക്കുന്നുണ്ടാവുക. സോ അവിടെ ജഡ്ജ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. എംപത്തൈസ് ചെയ്യാൻ ശ്രമിക്കുക. ആലോചിക്കുക, നമ്മളായിരുന്നു അവരുടെ സാഹചര്യത്തിലെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ പെരുമാറണത്. സോ നന്നായിട്ട് അവരെ മനസ്സിലാക്കി അവരുടെ അടുത്ത് സ്നേഹത്തോടെ അനുകമ്പയോടെ തന്നെ എംപത്തൈസ് ചെയ്തിട്ട് കേൾക്കാനും സംസാരിക്കാനും ശ്രമിക്കുക. 4ാമത്തെ പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ കുറച്ച് പേർക്കെങ്കിലും അത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ഫീലിംഗും ഉണ്ടാകും. സൂയിസൈഡിനെ പറ്റിയിട്ട് ഡയറക്റ്റ്ലി ചോദിക്കുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടോ എന്ന് ഡയറക്റ്റ്ലി ചോദിക്കുക. കാരണം അത് ചോദിക്കുന്ന സമയത്ത് ഓക്കെ ഞാനിത് പറയാം, ഇയാൾക്ക് ഞാൻ പറയണത് മനസ്സിലാകും എന്ന തോന്നൽ കൊണ്ട് അവരത് പറയാൻ ശ്രമിക്കും. അത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിലിരിക്കുന്ന പല ഭാരങ്ങളും ഒഴിഞ്ഞ് പുറത്തോട്ടേക്ക് പോകാനുള്ള സാധ്യതകളും ഉണ്ട്. 5, പ്രൊഫഷണൽ ഹെൽപ്പ്. ഇങ്ങനെയുള്ള ടെൻഡൻസീസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തോട്ട്സ് വേറെ ഒരാൾക്ക് ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു തെറപ്പിസ്റ്റിനെയോ ഒരു സൈക്കാട്രിസ്റ്റിനെയോ കാണിക്കാൻ നിങ്ങൾ തന്നെ മോട്ടിവേറ്റ് ചെയ്യാനും അവരുടെ അടുത്ത് ഇനീഷ്യേറ്റീവ് എടുക്കാനൊക്കെ ശ്രമിക്കുക. 6, എപ്പോഴും അവരുടെ അടുത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കുക, ഓക്കെ അല്ലേ, കണക്ട് വിത്ത് ദം ത്രൂ വാട്സപ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കോൾ ചെയ്തിട്ട് താൻ ഓക്കെ അല്ലേ, എന്തുണ്ടെങ്കിലും സംസാരിക്കുക, ഞാൻ കൂടി ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം കൊടുക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും മടി കാണിക്കരുത്. കഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അവർക്ക് ഇത്തരം ചിന്തകളും ഇത്തരം ടെൻഡൻസീസും വരുന്നത്. അത് മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കാൻ ശ്രമിക്കണം. സൂയിസൈഡ് എന്ന വിഷയം സെൻസിറ്റീവാണ്, പേഴ്സണലാണ്. ആരെങ്കിലുമൊക്കെ അതിനെപ്പറ്റി സംസാരിക്കുകയാണ് എങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക, കേൾക്കുക, അത് കുറച്ച് കാണാതിരിക്കുക. അവർക്ക് അറ്റൻഷൻ സീക്ക് ചെയ്യുവാണെന്ന് പറയാതിരിക്കുക. കാരണം കിട്ടാത്ത അറ്റൻഷൻ തന്നെയാണ് അവർ സീക്ക് ചെയ്യണത്. സോ അത് കൊടുക്കാൻ ശ്രമിക്കുക, ഹെൽപ്പ് ചെയ്യുക. ഇഫ് യു നോ someone who is struggling a lot, try to seek professional help. Mental health matters. നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിൽ ആരെങ്കിലും ഇത്തരം സാഹചര്യത്തിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ try to share this video. കൂടുതൽ മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട വീഡിയോസുകൾക്കായി do subscribe. Thank you.